വയനാട് മുട്ടിക്കൊമ്പൻ കാട്ടാനയെ പിടികൂടാനുള്ള ദൌത്യം 4ാം ദിനവും തുടരുകയാണ്. ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. കാളിദാസൻ ദേവദത്തം വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. കാളിദാസൻ, എങ്ങനെയാണ് ഈ ദൌത്യം പുരോഗമിക്കുന്നത്? ഗുഡ് മോർണിംഗ് ദിൽന, ഗോകുൽ. നിലവിൽ വയനാട് മുട്ടിക്കൊമ്പൻ എന്ന കാട്ടാനയെ പിടിക്കാനുള്ള ദൗത്യം തുടരുക തന്നെയാണ്. 4ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിച്ചത്. അതായത് ഇപ്പോൾ ട്രാക്ക് ചെയ്യാതെ മയക്കുവെടി വെക്കാൻ സാധിക്കില്ല. ഉൾക്കാട്ടിൽ കയറിയിരിക്കുകയാണ് ആന. അപ്പോൾ ഉൾവനത്തിലേക്ക് കയറാൻ നിരവധി പരിമിതികളുണ്ട്. വനം വകുപ്പിനടക്കം ഈ ജനവാസ മേഖലയോട് അടുത്ത് വന്നാൽ മാത്രമേ ഈ മുട്ടിക്കൊമ്പനെ, ഈ കാട്ടാനയെ ട്രാക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ മയക്കുവെടി വെക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ കൂടുതൽ നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഔദ്യോഗികമായ ഒരു അറിയിപ്പ് വന്നിട്ടില്ല. 4ാം ദിനവും ഈ ഒരു ദൗത്യം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷെ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് കൂടി കാത്തിരിക്കുകയാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന്. ദിൽന, ഗൂഗിൾ. ശരി, മുട്ടിക്കൊമ്പൻ അവിടെ ഒരു യുവ കർഷകന്റെ ജീവനെടുത്ത കാട്ടാനയാണ്. 2-3 ദിവസമായി. ഇന്നലെയും ട്രാക്ക് ചെയ്തത് ജനവാസ മേഖലയ്ക്ക് അടുത്ത് വരെ വീണ്ടും ആന കാട്ടിലേക്ക് കയറിപ്പോയി. വലിയ സംഘം കുങ്കിയാനകളടക്കമായി അവിടെ വനംവകുപ്പിൻ്റെതുണ്ട്. നാട്ടുകാരുടെ പരാതിയുണ്ട്, ഇങ്ങനെ ഒളിച്ചു കളിക്കുകയാണ് വനംവകുപ്പ്, പിടികൂടുന്നില്ല എന്ന്. കോടതിയിൽ ഒരു ഹർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിധി കാത്തിരിക്കുകയാണ് വനംവകുപ്പ് എന്ന വിമർശനവും പ്രതിഷേധവും അവിടെ ഉയരുന്നുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.